ഹലോ. ഹലോ, ഞാന് താങ്കളുടെ കോളിൻ പരിപാടിയില്ലേ, അതിലേക്ക് വിളിച്ചതാണ്. അപ്പം ഞാന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മുസ്ലിമോ എക്സ് മുസ്ലിം പേര് ഇത് റെക്കോർഡ് ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ മുസ്ലിമോ എക്സ് മുസ്ലിമോ അല്ല. പക്ഷെ ഞാൻ പറയാൻ കാര്യം, റെക്കോർഡ് ചെയ്താൽ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കണമെങ്കിൽ എന്റെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ താങ്കള് ഒരാള് സ്ലേവറി ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ ഫോൺ ചെയ്തല്ലോ ഒരിക്കലേ. അപ്പം അത് ശരിക്കും ബൈബിളിൽ സ്ലേവറി ഉണ്ട്. അപ്പം അപ്പം ഉണ്ട്, സ്ലേവറി ഉണ്ട്. പക്ഷെ എന്നിട്ട് പറഞ്ഞു ക്രൈസ്റ്റ് ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു കാരണം ഈ വചനങ്ങളെല്ലാം അതേപോലെ നിർത്താൻ വന്നു എന്നെന്തോ മാത്യുവിന്റെ പറയുന്നുണ്ടല്ലോ. അപ്പം അതാണ്. അപ്പൊ അത് രണ്ട് വാചകങ്ങൾ എടുത്തു വെച്ചാൽ അങ്ങനെ തോന്നും. പക്ഷെ മൊത്തമായിട്ട് നമുക്കിങ്ങനെ ഒരു മാത്തമാറ്റിക്സ് പോലെ 1+2 = 3, 5 - 3 അങ്ങനെ നമുക്ക് ഇത് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ തന്നെ അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയാണെന്ന് ക്രൈസ്റ്റ് വന്നതെന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ തന്നെ പരസ്പര വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. കാരണം ഇത് ഒരു ജനതയുടെ ഒരു ഇതാണല്ലോ. ഒരു ജനത ജൂസിന്റെ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു സംഭവമാണ് അവരുടെ മതവും. അപ്പൊ ഈ ബൈബിൾ ഇപ്പൊ അതാണല്ലോ പഴയ നിയമം, ജുഡായിസമാണ്. അപ്പോ ഈ ജുഡായിസം എല്ലാവരും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. ശരി, അതിൽ ചില ക്രൂരമായ ഭാഗങ്ങളുണ്ട് ഈ ഖുറാനിലൊക്കെ ചെയ്ത് കാണുന്ന പോലെ. ഞാൻ ഖുറാൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്. ഈ ക്രൂരമായ ഭാഗങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിലും സ്നേഹത്തിന്റെയും കരുണയുടെയും വാക്യങ്ങളും ഉണ്ട്. ഖുറാനിലുണ്ട്. ഖുറാനിൽ വളരെ വളരെ ചുരുക്കമാണ്, ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലിപ്പോ ഉപദേശ രൂപത്തിൽ ഒരിടത്ത് അത് ആദ്യമൊക്കെ സഖിയുടെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികളോട് കൂട്ടുകൂടാം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരിടത്ത് സക്കാത്ത് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ മിക്ക വാചകങ്ങളും ഒരു ഉപദേശ രൂപത്തിൽ കൊടുക്കുന്നത് മുഴുവൻ വെട്ടാനും കൊല്ലാനും ആണല്ലോ ഖുറാൻ. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് വായിച്ചിട്ട്. പിന്നെ തെറ്റാണ് അതങ്ങനെ. നമ്മള് ഇപ്പൊ നിങ്ങള് ബൈബിളിനെ നമ്മള് വാക്യാർത്ഥത്തിൽ എടുക്കാൻ പാടില്ല, അത് നമ്മൾ കോണ്ടെക്സ്റ്റുവലായിട്ട് പഠിക്കണം എന്ന് പറയുമ്പോ ഖുറാനെയും കോണ്ടെക്സ്റ്റുവലായിട്ട് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും അല്ല. ബൈബിളിൽ ക്രൂരാണെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ചില ഭാഗങ്ങൾ ക്രൂരം തന്നെയാണ്. ബൈബിളിലുണ്ട്. ഇനിയിപ്പോ ഈ പഴയ പുതിയ നിയമം എന്ന് പറയുന്നത് ഇപ്പം നമ്മള് വിശുദ്ധ വേദഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിന്റെ എത്ര ശതമാനം വരും? ഒരു 30% പോലും ഇല്ലല്ലോ. അത് ഞാൻ അതല്ല പറഞ്ഞത്. ഇത് തന്നെ ഇപ്പൊ നോക്ക്, ഒരു മനുഷ്യനെ നോക്കിയാൽ അയാൾക്ക് നന്മയും തിന്മയെന്നുള്ള പോലെ, ഒരു സമൂഹത്തിൽ നന്മ തിന്മ ഉള്ള പോലെ പല ഫേസസ് ആയിട്ട് ഈ പറഞ്ഞ ആ വാക്യങ്ങള് നല്ലതാണെന്ന് ഞാൻ വെളുപ്പിക്കുന്ന ഞാനില്ല. അത് ക്രൂരമായ ഇത് തന്നെയാണ്. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നൊക്കെ ഉള്ളതുണ്ട്. മനസ്സിലായോ? അതേസമയം ഇപ്പൊ പഴയ നിയമത്തിൽ പോലും ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഒരു വാക്യം ഉണ്ട്. ഞാനിപ്പം അത് ആ സദൃശ്യവാക്യം പ്രോവർബ്സിൽ 24-ാമത്തെ ചാപ്റ്റർ. ഞാൻ പറയുന്നത് ഏതൊരു സമൂഹത്തിലും ഒരു നേതൃത്വം ഉണ്ടാവുമ്പോഴോ ഒരു നിയമം ഉണ്ടാവുമ്പോഴോ അതിൽ നന്മയും തിന്മയും ഉണ്ടാവും. അത് ആപേക്ഷികമാണ്. കാരണം ആ സമൂഹം ജീവിക്കുന്ന കാലഘട്ടം, അതിന്റെ പരിസരം. അതെ, ആ യുദ്ധങ്ങളോട് കടന്നു പോകുമ്പോ ഇപ്പൊ യുദ്ധം ചെയ്ത ജ്യൂസ് മറ്റൊരു ചില ബൈബിളിലൊക്കെ ചില ഭാഗങ്ങളിൽ കടന്നാക്രമിച്ചിട്ടുണ്ട്. ഈ ദൈവം തന്നെ മനുഷ്യന്റെ സൃഷ്ടിയാണല്ലോ. മനുഷ്യന്റെ ഒരു സൃഷ്ടിയാണല്ലോ ദൈവം. അവർ കടന്നാക്രമിച്ചപ്പം പിന്നെ അവരെ കാര്യങ്ങള് ന്യായീകരിക്കാൻ യഹോവയെ കൂട്ടുപിടിച്ചു. യഹോവ പറഞ്ഞു പോയി കൊല്ലാൻ കൊന്നു. അങ്ങനെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അവര് മാത്രം ആയിരുന്നു സിന്നേഴ്സും പറയാൻ പറ്റില്ല, അവരെ ആക്രമിച്ചിട്ടുണ്ട്. അതായത് ഈജിപ്ഷ്യൻസ് അവരെ അടിമകളാക്കി. തന്നെയാണ് എല്ലാ മതങ്ങളും എന്ന് പറയാൻ ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ അതാണ് പറയും. ഞാൻ പറഞ്ഞു വരട്ടെ. ഞാൻ പോയിന്റിൽ എത്തിയില്ല. അപ്പൊ ഇങ്ങനെ നന്മയും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? റെക്കോർഡ് ചെയ്തോളൂ. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്മയും അപ്പം ചില സമയത്ത് ഇപ്പം ഇത് തന്നെ ഇവര് മറ്റ് ഗോത്രക്കാരെയൊക്കെ ആക്രമിക്കുമ്പോഴും ഈ ലെവിറ്റിക്കസിലെ 19 അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ ഒരു പരദേശി, അതായത് അവരുടെ വർഗത്തിലല്ലാത്ത ആളുകൾ താമസിക്കുകയാണെങ്കിൽ നിങ്ങളെ പോലെ തന്നെ അവരെ കാണണമെന്ന്, അവരെ സ്വദേശികളെന്ന പോലെ അവരെ ട്രീറ്റ് ചെയ്യണം. പിന്നെ
അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കണം, അങ്ങനെ ഒരുപാട് ഉപദേശ രൂപത്തിലുള്ളത് മിക്കതും നന്മയാണ്. അല്ല അതിലും ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ കുറെ അപ്പൊ ആ വാക്യങ്ങളൊക്കെയാണ് ഇപ്പം വീട്ടിലൊക്കെ ഞങ്ങൾ വളർന്നു വരുമ്പോ പഴയ നിയമത്തിൽ നല്ല ഭാഗങ്ങളും വായിക്കും. അത് ഫുൾ ഡാർക്കല്ല. ഇപ്പൊ പൊതുവെ ഒരു ധാരണ അങ്ങനെയാണ്. കാരണം അത് ജനതയുടെ റിഫ്ലക്ഷനാണ്. ഞാൻ പക്ഷെ ഖുർആൻ വായിച്ചപ്പോഴും എനിക്ക് അതിലത്ര ഞാൻ മനസ്സിലാക്കിയത് പ്രജുഡിസ് കൊണ്ട് പറയുന്നതല്ല. ഇപ്പൊ എല്ലാ മതങ്ങളും നന്മയും തിന്മയും ഉള്ളതെന്ന് പറഞ്ഞാല് ഖുർആനിൽ മിക്കതും ഡാർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതില് ഒന്നാമത് അത് വ്യക്തമായിട്ടല്ലല്ലോ എഴുതിയിരിക്കണേ, ഒരു വേഗമായിട്ട് കുറെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ കൂടുതലും ഒരു 60-80% വെട്ട് കുത്തുന്ന ഒരു ഉപദേശ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഈ പറയുന്ന മോശമായ വാക്യങ്ങളുണ്ടല്ലോ, ക്രൂരതയുടെ വാക്യങ്ങള്, അത് അവിടെ ചെന്ന് ആക്രമിക്കാൻ പറഞ്ഞാൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതോടെ അങ്ങ് തീരുകയാണ്. അല്ലാതെ അത് എല്ലാ കാലത്തേക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്തോളണം, കാഫിറിനെ കൊന്നോളണം എന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു ഉപദേശം ഇല്ല. മാത്രമല്ല ഇതിനെല്ലാം ഉപരിയായിട്ടാണ് നിങ്ങളുടെ പോയിന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വന്നോണ്ടിരിക്കുക. അപ്പൊ 10 കമാൻഡ്മെന്റ്സിൽ തന്നെ കൊല്ലുന്നത് പാപമായിട്ടാണ്. ദൗ ഷാൽ നോട്ട് കമ്മിറ്റ് മർഡർ എന്നുണ്ട്. അപ്പം യേശുക്രിസ്തു ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള പിന്നെ ഈ അടിമത്തത്തെയൊക്കെ അതേപോലെ പാലിക്കാൻ വന്നതാണെങ്കിൽ യേശുവിന്റെ ജീവചരിത്രം സുവിശേഷം വായിച്ചു നോക്കിയാല് യേശു റിബൽ ചെയ്തിട്ടുള്ള ജുഡായിസത്തിനെതിരെയാണ്. പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശബത്ത് അനുസരിക്കുന്ന, ശബത്തിൽ എന്ത് കാര്യം ഇരിക്കുന്നു, വൈ ഡു യു കെയർ അബൌട്ട് മാൻ മെയ്ഡ് റിച്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോശയുടെ നിയമം അങ്ങനെയാണ്, നിങ്ങൾ ഭാര്യ, അത് ഭയങ്കര എക്സ്ട്രീം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അന്ന് ഒരു പക്ഷേ ആണുങ്ങൾ മാത്രമായിരിക്കും ഡിവോഴ്സ് ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നത്. ആണുങ്ങളോടാണ് പറഞ്ഞിട്ട് നിങ്ങൾ ഭാര്യയുടെ ഒരു വ്യഭിചാര കുറ്റം ഉണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ ഭാര്യ ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പൊ ആളുകൾ പറയുന്നുണ്ട് മോശ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശു പറയുന്നത് മോശ നിങ്ങളുടെ കഠിന ഹൃദയം കാരണം പറഞ്ഞതാണ്, പക്ഷെ അത് അപ്പോഴാണ് പറയുന്നത് ദൈവം കൂട്ടിച്ചേർത്തതിന് പിന്നെ മനുഷ്യൻ വേർപെടുത്താൻ പാടില്ലെന്ന്. അപ്പം പിന്നെ ശബത്തൊക്കെ പരസ്യമായിട്ട് ശബത്ത് എന്ന് പറഞ്ഞ അവരുടെ ആചാരങ്ങളൊക്കെ പരസ്യമായിട്ട് ലംഘിച്ച് അവര് ആഹാര രീതികളൊക്കെ ലംഘിച്ചു. അവർക്ക് കുറെ ഉണ്ടല്ലോ കുറെ ചടങ്ങുകൾ. അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്ത് അങ്ങനെയുള്ളതെന്നാണ് നിങ്ങൾ മാറ്റർ ചെയ്യുന്നത്. അതായത് അത് എന്ത് വേണേൽ കഴിക്കാം, നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പുറത്തിരുന്നതാണ് ഇത് ഉത്തമം. അതുകൊണ്ടാണ് അതിലാണ് നിങ്ങളുടെ മഹത്വരിക്കുന്നത്. യേശു ഒരു റിബലിയസ് ക്യാരക്ടർ ആണ്. അപ്പം യേശു അന്നുള്ള ആചാരം ലംഘിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം. അത് നമ്മളൊരു മാനുഷികമായ പെർസ്പെക്റ്റീവ് നോക്കിയാലോ, അതിന്റെ റിലീജിയസ് പെർസ്പെക്റ്റീവ് എടുത്ത് മാറ്റിയാല് യേശുവിനെ ക്രൂശിപ്പിച്ചത്. അപ്പം ഇപ്പൊ ക്രിസ്ത്യാനികൾ പന്നി തിന്നും, മെൻസ്ട്രേഷൻ ഉണ്ടെങ്കിൽ സ്ത്രീകൾ പള്ളിയിൽ പോവും എന്നൊക്കെ ഉള്ളത് യേശു പറഞ്ഞ കാര്യങ്ങളാണ് അതിന്റെ ബേസിസ്. പഴയ നിയമപ്രകാരം അത് പറ്റില്ല. അപ്പൊ യേശു പഴയ നിയമമെല്ലാം അതേപോലെ അനുസരിച്ചു എന്ന് പറയാഞ്ഞാൽ അത് ഏത് നന്മയാണോ തിന്മയാണോ എന്നൊരു കോൺട്രാസ്റ്റ് വരും. അപ്പൊ നമുക്ക് യേശു ചെയ്ത കാര്യങ്ങൾ നോക്കിയാലാണ് അത് മനസ്സിലാകാം. ഈ പറഞ്ഞത് തന്നെ മാത്യുവിന്റെ സുവിശേഷം ഇതിൽ ഗിരിപ്രഭാഷണത്തിൽ ദുഃഖിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ ഗിരിപ്രഭാഷണം ഉണ്ടല്ലോ, ദുഃഖിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എന്റെ അടുത്ത് വരൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു സന്ദർഭത്തിൽ എനിക്കിപ്പോ എല്ലാം അങ്ങനെ കോട്ടായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ അപ്പൊ അതിനുശേഷം അത് കഴിഞ്ഞ ഒരു ചാപ്റ്ററിന് ശേഷമാണ് അതാണ് പറഞ്ഞത്. അപ്പൊ യേശു അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ യേശു ഓൾഡ് ടെസ്റ്റ്മെന്റിലെ സ്ലേവറി പോലെയുള്ള സംഭവങ്ങളെ പിന്താങ്ങി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം യേശുവിന്റെ ജീവിതവും പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും അതിലെല്ലാം പിന്താങ്ങിട്ട് അങ്ങനെ പറഞ്ഞു. എനിക്ക് പ്രശ്നമില്ല. കാരണം പിന്നെ യേശു അല്ലെങ്കിൽ യഹോവ എന്ന് പറയുന്ന ഏകസത്യ ദൈവം അല്ലെ, ആ സത്യദൈവത്തിന്റെ വചനമായിട്ട് നേരിട്ട് മോശക്ക് കൊടുത്തല്ലേ തോറ. അങ്ങനെ അപ്പൊ അതിനെ പരിഷ്കരിച്ച് അപ്പൊ അതിനെ നോക്കൂ ഞാൻ പറയട്ടെ. അതായത് ദൈവികമായ വചനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള കൽപ്പനകൾ അതാണല്ലോ തോറ. ദൈവം ഓക്കെ ഓരോ പ്രവാചകന്മാരും ഓരോന്ന് പറയുന്നതും അവരുടെ യുദ്ധങ്ങളും പിന്നെ അവരുടെ കഥകളും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. അവരുടെ ഒരു ചരിത്രം കുറച്ച് ചിലപ്പോൾ അത് കുറെ ചരിത്രമുണ്ട്, കുറച്ച് മസാല ചേർത്ത്. ഇതൊരു വേദഗ്രന്ഥമായിട്ടല്ലേ പരിചയപ്പെടുത്തുന്നതും മനസ്സിലാക്കുന്നതും ദൈവത്തിൽ നിന്നുള്ള പിന്നെ നിർദ്ദേശ ഉപദേശങ്ങളും അതാണല്ലോ അത്.
അപ്പോ അങ്ങനെയാണെങ്കിൽ അതേ ദൈവത്തിന്റെ പുത്രനല്ലേ? മീൻസ് ദൈവം തന്നെ പുത്രനായിട്ട് മണ്ണിൽ അവതരിച്ചല്ലേ യേശു? അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ അല്ലേ? ഞാൻ ചോദിക്കാണ്, എന്റെ ലോജിക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്. അതേ ദൈവം മനുഷ്യപുത്രനായി അവതരിച്ചതല്ലേ ദൈവം തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളും ഇപ്പൊ ദൈവം തന്നെ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ പോയിന്റ് മനസ്സിലായില്ല. അതേ ദൈവം തന്നെ ദൈവപുത്രനായിട്ട് അവതരിച്ചതല്ലേ ഇത്? അതാണ് മതപരമായ വിശ്വാസം. അപ്പം മതപരമായ വിശ്വാസം, അതെ 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 അതെ. അപ്പം ആ ദൈവം വന്നിട്ട് ആ ദൈവം മനുഷ്യപുത്രനായി അവതരിച്ച ദൈവം അതിനു മുമ്പുള്ള സാക്ഷാൽ സത്യദൈവത്തിന്റെ വേദവാക്യങ്ങളെ, വേദപുസ്തകത്തെ, വേദ നിയമങ്ങളെയൊക്കെ അതിലംഘിക്കാൻ വേണ്ടി റിബലായിട്ട് പ്രവർത്തിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, അപ്പൊ എല്ലാ അതിഥേശ് പറയാൻ പറ്റും. ഒരു സങ്കീർത്തനം വായിച്ചു ഓർമ്മ എനിക്ക് കോട്ടയനുള്ള വാക്യം അറിഞ്ഞൂടാ. യഹോവ യുദ്ധങ്ങളെ അവസാനിപ്പിക്കുന്ന, യഹോവ ഈ അമ്പുകളും വില്ലുകളും തകർത്ത് കളയുന്നു എന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയും പറയാം. അതിൽ നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനായിരിക്കും ഇതിന് മുന്നോട്ട് കൊണ്ടായിട്ട് ഈ പറയുന്ന വാദം നിലനിന്നാൽ ദൈവപുത്രൻ എന്ന വാദം പൊളിയും. പൊളിഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. വിശ്വാസികളുടെ ഒരു പെർസ്പെക്റ്റീവ് പറയാണ്. അല്ല, ഞാനിപ്പോ നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇതിനകത്തൊരു അത് ഞാനും പറയുന്നത്. പക്ഷെ ദൈവികത എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്റെ ഇപ്പൊ അദ്വൈതം എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ തന്നെ അവസ്ഥയാണല്ലോ. മനുഷ്യന് ഒരു ഹയർ ലെവലിൽ ദൈവമാകുമ്പോഴുള്ള അവസ്ഥയാണ്. ദൈവവും മനുഷ്യന് വേറെ ഇല്ലാന്നൊക്കെ പറയുമല്ലോ. ആളുകളുടെ സങ്കല്പമാണ്. ഓരോ ആളുകൾക്ക് ദൈവം എന്ന് പറയുന്നത് ഓരോന്നാണ്. ചില ആളുകൾക്ക് ദൈവം എന്ന് പറയുന്നത് സത്യമാണ്, ചിലവർക്ക് ദൈവം എന്ന് പറയുന്നത് സമർപ്പണമാണ്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, അപ്പൊ നമ്മൾ മുഴുവൻ യേശുവിന്റെ വായിക്കുമ്പോൾ യേശു ഇപ്പൊ നമ്മുടെ സമൂഹം തന്നെ സോഷ്യൽ സ്റ്റേറ്റസ് അനുസരിച്ച് ഉള്ള ജീവിതമാണ് നമുക്ക്. നമ്മുടെ സ്റ്റേറ്റസിലുള്ളവരൊക്കെ അങ്ങനെയാണല്ലോ പൊതു മനുഷ്യർ. യേശു ഏറ്റവും തള്ളപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും വേശികളെയൊക്കെ കുറ്റക്കാരെയും പാപികളെയും ചേർത്ത് പിടിച്ചു. അവരുടെ പാപത്തെ തള്ളിക്കളഞ്ഞതേ ഉള്ളൂ. അവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല, അത് ബൈബിളിൽ വ്യക്തമായിട്ട് അതിന്റെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ യേശു നമ്മൾ നോക്കൂ, ഞാൻ സങ്കല്പിച്ചല്ല. നിങ്ങളൊരു ദൈവവിശ്വാസിയാണോ? ഞാൻ നോട്ട് ഇൻ ദ കൺവെൻഷൻ സെൻസ്. ഞാൻ ഈ പറയുന്നത് ഇപ്പൊ യേശുവിന്റെ മുഴുവൻ ചരിത്രം വായിച്ചാൽ സ്ലേവറി സപ്പോർട്ട് ചെയ്യുന്ന യേശു എങ്ങനെ സ്ലേവറി സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് തോന്നും. മനസ്സിലായി? നമ്മൾ ഈ രണ്ട് വാക്യങ്ങൾ മാത്രം നമുക്ക് യേശുവിനെയും തോറ ഇറക്കി കൊടുത്ത ദൈവത്തെ രണ്ടായി കാണാൻ പറ്റുമോ? വ്യത്യാസമുണ്ട്. പക്ഷെ അതേസമയം ഈ തോറ മുഴുവൻ മോശമല്ലല്ലോ. ഇപ്പൊ തന്നെ യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വർഗ്ഗം പോയിന്റ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല. അതായത് തോറ അവതരിപ്പിച്ചു കൊടുത്ത 10 കമാൻഡ്മെന്റ്സ് കൊടുത്ത യാഹുവേയും യേശുവിനെയും നമുക്ക് രണ്ടായി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അല്ല, 10 കമാൻഡ്മെന്റ്സ് മാത്രം നമുക്ക് ഒന്നായി കാണാം. കാരണം 10 കമാൻഡ്മെന്റ്സ് പറഞ്ഞാൽ കൊല്ലാൻ പാടില്ലെന്നാണ്. പിന്നെ പറയുന്നുണ്ട് നിർദോഷിയുടെ രക്തം ചൊരിയരുതെന്ന് സങ്കീർത്തനങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതേസമയം അതല്ല, അത് സന്ദർഭവശാലൊന്നും പറയുന്നതല്ല. ഏതെങ്കിലും സന്ദർഭവശാലല്ല. ഇസ്ലാമില് ഖുർആനില് ഒരു ഇതുണ്ട്. ഖുർആൻ മീൻസ് ഇസ്ലാമിലുണ്ട്. ഞാൻ ഈ ഖുർആനും വായിച്ച് പഴയ നിയമം മിക്കതും പക്ഷെ ഞാൻ ഈ പഴയ മനുഷ്യരുടെ രക്തം ചിന്താൻ പാടില്ല. അപ്പം പക്ഷെ പൊതുവെ കാഫിറുകളെ കൊല്ലുന്നത് ഒരു ജിഹാദിന്റെ ഭാഗമാണല്ലോ. കാഫിറുകളെ കൊല്ലുന്നത് ജിഹാദിന്റെ ഭാഗമാണെന്ന് അങ്ങനെ എല്ലാ കാഫിറിനെയും കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആനിലുള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അഞ്ചിന് 1:9 അടുത്ത് താമസിക്കുന്നവരോട് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ ഒരുപാട് പെരുമാറണം. ഇല്ല അങ്ങനെയല്ല. കോണ്ടക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. അതിപ്പോ അങ്ങനെയാണെങ്കിൽ തോറയോ നിങ്ങളോ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളുടെ അയൽവാസികളോ ബന്ധുക്കളോ ആരെങ്കിലും ഞാനല്ലാത്ത വേറൊരു ദൈവത്തെ ആരാധിക്കുന്നത് ഉണ്ട് എന്ന് അറിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലണം. ആ ഗ്രാമം ചുട്ടുചാമ്പലാക്കണം. അവിടുത്തെ പക്ഷിമൃഗാദികൾ ഉൾപ്പെടെ സകലതിനെയും കൊല്ലണം എന്നില്ലേ? കത്തിച്ചു കളയണം എന്നില്ലേ? അത് പർട്ടിക്കുലർ ട്രൈബ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേ രീതി തന്നെയാണ്. അങ്ങനെ നമുക്ക് 9:5 വ്യാഖ്യാനിക്കാം. 9:5 അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ഖുർആൻ വായിച്ച ഏത് അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ ഇവരോട് പറഞ്ഞു.
ഞാൻ ഈ 9:5 നിശിതമായി വിമർശിക്കുന്ന ആളാണ്. അത് ഇസ്ലാമിന്റെ ഒരു ഫാസിസ്റ്റ് മുഖമാണ് എന്ന് ഞാൻ വിശദീകരിക്കുന്ന ആളാണ്. പക്ഷെ നമുക്ക് തോറയിലുള്ളത് പിന്നെ സാന്ദർഭികമായിട്ട് സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതും സൂറത്ത് തൗബയിലുള്ളത് വേറെയും എന്ന ഒരു ചിന്ത എനിക്കില്ല. കാരണം ഇത് രണ്ട് സന്ദർഭം തന്നെയാണ്. ഒന്നുകൂടെ പറയാമോ? ഇപ്പൊ അവസാനം പറഞ്ഞ ഒന്നുകൂടെ പറയാമോ? രണ്ടും, അതായത് രണ്ട് വചനങ്ങളും ഒരേ ആശയം തന്നെയാണ് പറയുന്നത്. സൂറത്ത് തൗബയിലെ 5-ാം വചനവും ഞാൻ നേരത്തെ പറഞ്ഞ ഏതിലാണ്, എനിക്ക് ഉൽപ്പത്തിയിലാണ് പുറപ്പാടിലാണ്, എനിക്ക് ഓർമ്മയില്ല, അതിൽ ഈ പറയുന്ന ഈ ഭാഗവും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ ഒന്ന് സന്ദർഭത്തിൽ മാത്രം അങ്ങനെയല്ല, അത് മോശം വാക്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സന്ദർഭത്തിൽ മാത്രം പ്രയോഗിക്കേണ്ടതും ഖുർആനിലുള്ളത് എല്ലാ സന്ദർഭത്തിലും പ്രയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഖുർആനിൽ വായിക്കുമ്പോ അങ്ങനെ എനിക്ക് ബൈബിളിൽ വായിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെയാ കിട്ടുന്നത്. അല്ല അല്ല, പക്ഷെ ഇതിൽ ബൈബിളിൽ എത്രയോ ഭേദപ്പെട്ട എത്രയോ നല്ല ചാപ്റ്റേഴ്സ് ഉണ്ട്. ബൈബിളിൽ മറ്റ് മതക്കാരും മറ്റ് ആളുകളുമായിട്ട് അള്ളാഹുവിനെയും യഹോവനെയും കമ്പയർ ചെയ്താൽ അള്ളാഹു ഫാർ ബെറ്റർ ആണ്. അല്ല, എനിക്ക് തിരിച്ചാ തോന്നിയിട്ടുള്ളത്. അല്ല, ഫാർ ബെറ്റർ ആണ്. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം പിന്നെ എന്താ പറയാ, ഇതര മതങ്ങളെ ഇതര ദൈവങ്ങളെ ആരാധിക്കുന്നവരോട് കാണിക്കാൻ പറഞ്ഞ ക്രൂരതയാണെങ്കിൽ പോലും അവരെ എന്താ പറയാ, അവര് തിരിച്ച് ഒരു പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെടുകയും അവർക്ക് സമയം കൊടുക്കുകയും അവര് പശ്ചാത്തപിച്ച് അറ്റ്ലീസ്റ്റ് ഇസ്ലാമിന് കീഴൊതുങ്ങിയാൽ അവിടെ വിടണം എന്നാ പറഞ്ഞത്. മറ്റൊരു പറഞ്ഞത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വെച്ചേക്കരുത്, അവരെ പോയിട്ട് ആളുകളെ കൊല്ലണം എന്ന് മാത്രല്ല കന്നുകാലികളെ കൊല്ലണം, അവരുടെ പ്രദേശം ആ പ്രദേശം തന്നെ ചുട്ടു ചാമ്പലാക്കണം എന്നായിരിക്കും. അപ്പൊ അള്ളാഹുവിനെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹു ഫാർ ബെറ്റർ ആണ്. പക്ഷേ ഈ ജൂതന്മാര് പൊതുവെ അവരുടെ മതമൊന്നും പ്രചരിപ്പിക്കുന്ന ആളുകളല്ല. ഞാൻ പറയുന്നത് നമ്മൾ അതെങ്ങനെയാണ് അങ്ങനെ ആയത്? അത് അവരുടെ ലീനേജിൽ മാത്രമേ അവർക്ക് ഒരാൾക്ക് ജൂതയിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, അവർക്ക് അവര് ഈ പിന്നെ ഈ കൺവേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അവര് മതം പ്രചരിപ്പിക്കാൻ മാത്രമല്ല അവര് ഇവര് മറ്റുള്ളവരായിട്ട് യോജിച്ച് കഴിഞ്ഞ സന്ദർഭങ്ങൾ ഇഷ്ടംപോലെ ബൈബിളിൽ പറയുന്നുണ്ട്. അതിപ്പോ ഇസ്ലാമിലുണ്ടെന്നേ. അത് പിന്നെ മുഹമ്മദിന്റെ കാലത്തല്ലല്ലോ. മുഹമ്മദ് കാലത്ത് മദീന പാക്ട് എഴുതുമ്പോ മുസ്ലിങ്ങളുമായിട്ട് സഹകരിച്ചു നിന്നിരുന്ന ജൂതഗോത്രങ്ങളെ അതിന്റെ ഉമ്മത്ത് എന്നുള്ള ഭാഗമായിട്ട് തന്നെയാണ് പരിഗണിച്ചത്. പിന്നെ ചതിച്ചില്ല അവരെ? ഇല്ല. സ്ഥാപകൻ തന്നെ ചതിച്ചില്ലേ? ഇല്ല. അത് വേറെ ചതിച്ചില്ലേ? ഇല്ല, അത് ആ ഗോത്രങ്ങളല്ല, അത് കരാറിന് പുറത്തുള്ള ഗോത്രങ്ങളാണ്. നമുക്ക് ഇതിനെ ഒന്നിനെ വെളുപ്പിച്ചുകൊണ്ട് മറ്റേതിനെ ശരിയാക്കാൻ പറ്റില്ല. യാഹ്വേനെ അള്ളാഹുവിനെയും കമ്പയർ ചെയ്താൽ അള്ളാഹു ഫാർ ബെറ്റർ ആണ്. എന്തൊരു ഒരു നല്ല സെന്റൻസ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് നിങ്ങൾ ഖുർആൻ ശരിക്കും നിങ്ങളും അത് വായിക്കാത്ത. ഞാൻ ആദ്യം അവസാനം ഒന്നും മനസ്സിലാവില്ല. ഒരു മനുഷ്യനെ കൊന്നാല് എല്ലാ മനുഷ്യരെയും കൊന്ന പോലെയാണെന്നും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചാൽ എല്ലാ മനുഷ്യരെയും രക്ഷിച്ചവരെ പോലെയാണെന്നും ഖുർആനിലില്ലേ? സന്ദർഭത്തിൽ നിന്ന് അടർത്തിയാൽ എല്ലായിടത്തും നമുക്ക് നല്ലത് പെറുക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്നിട്ടും ഖുർആനെ വിമർശിക്കുന്ന എന്തുകൊണ്ടാ? ഇങ്ങനെ ഒരു വചനമോ അവിടെ ഇവിടെയും കിടക്കുന്ന ഓരോരോ വചനങ്ങൾ എടുത്തിട്ടല്ല നമ്മൾ ഒരു ആശയത്തെ വിലയിരുത്തുക, അതിന് ആകെത്തുകയിലാണ് വിലയിരുത്തുക. ഇപ്പൊ നിങ്ങൾ പറയുന്ന വാദം അനുസരിച്ച് ഇസ്ലാമിനെ വലിയ രീതിയിൽ മാനവികമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരും ഈ ഖുർആനിൽ ട്രഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന അർത്ഥമേ അല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇസ്ലാമിലും ഉണ്ട്. ഞാൻ ഈ ബൈബിളിലുള്ള കാര്യങ്ങൾ ഞാൻ വിളിപ്പിച്ചില്ലല്ലോ. ബൈബിളിലുള്ളത് മോശം തന്നെ. പിന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ തന്നെ എല്ലാം വിളിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം പൗലോസ് ഓൾഡ് ടെസ്റ്റ്മെന്റ് മാത്രമൊന്നല്ല, ന്യൂ ടെസ്റ്റ്മെന്റ് നമുക്ക് ഇന്നത്തെ കാലത്ത് അംഗീകരിക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിൽ ഞാൻ അധികമൊന്നും കണ്ടില്ല. ചില ഭാഗങ്ങളിൽ പൗലോസിന്റെ പറഞ്ഞ സ്ത്രീവിരുദ്ധതയുണ്ട്. അതന്നെ ഞാൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ല ഉദ്ദേശിച്ചത്, പറഞ്ഞ സ്ലിപ്പ് ഓഫ് ദി ടങ്. ന്യൂ ടെസ്റ്റ്മെന്റിൽ തന്നെ ചില ഭാഗങ്ങളിൽ ഇപ്പം പിന്നെ പൗലോസ് സ്ത്രീവിരുദ്ധത പറഞ്ഞിട്ടുണ്ട്. ഞാനെന്താ പറയണറിയോ, എന്നെ സംബന്ധിച്ച് ഇതെല്ലാം ഓരോ കാലഘട്ടത്തില് ഓരോ പ്രദേശത്ത് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഒരു ആശയം ഒരു സമൂഹത്തിന്റെ അവരുടെ വൈകാരികത, അവരുടെ സ്വഭാവ രീതി, ഇത് അവര് ജീവിക്കുന്ന പ്രദേശത്തിന്റെ കാലാവസ്ഥയും അവിടുത്തെ ഭക്ഷണ രീതി വരെ സ്വാധീനിക്കും. അതാണ് എന്റെ മനസ്സിലാക്കല്. അപ്പം മരുഭൂമിയുടെ പ്രദേശങ്ങളിൽ ഉണ്ടായി വന്ന മതങ്ങളായിട്ടുള്ള ജൂതായിസവും ഇസ്ലാമും ഒക്കെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള വളരെ വയലന്റ് ആയിട്ടുള്ള റിലീജിയൻ ആണ്.
അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അറബികളുടെ അവര് എന്ത് നല്ല മനുഷ്യരായിരുന്നു. മുഹമ്മദിന് മുമ്പുള്ള അവിടുത്തെ പോളിതേസ്റ്റിക് റിലീജിയൻ എന്ത് നല്ല മനുഷ്യരായിരുന്നു. അവര് അഗ്രസീവ് അല്ലായിരുന്നല്ലോ. അവിടെയാണല്ലോ മുഹമ്മദ് കൊണ്ടുവന്നത്. അവരുടെ ഭാഗം ആളുകളാണല്ലോ മുഹമ്മദും കൂട്ടരും. അല്ല, മുഹമ്മദ് ഇത് പ്രധാന വ്യത്യാസം എന്താന്ന് വെച്ചാൽ അന്ന് അവിടെ മുഹമ്മദ് അവിടെ ജീവിച്ച മനുഷ്യരിൽ നിന്നാണ് ഈ മതം ഉണ്ടായി വരുന്നത്. മുഹമ്മദ് അവിടുത്തെ തന്നെ പ്രദേശവാസിയാണ്. മുഹമ്മദ് മാത്രമാണ് അവിടെ ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കിയെടുത്ത് മുഹമ്മദാണ് അവരെ ഫോഴ്സ് ചെയ്തതിൽ ചേർത്താണ്. മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ആ പ്രദേശത്തുകാരല്ലേ? അത് 3-4 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ഇതിൽ നിർബന്ധിച്ച് പേടിപ്പിച്ച് ചേർത്തല്ലേ. അല്ല സ്ഥാപകൻ അത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ബേസിക് ഐഡിയോളജി അങ്ങനെ ആവുകയാണ്. പക്ഷെ അവിടുത്തെ ജബർ മാഷ് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മനുഷ്യരൊക്കെ എത്രയോ നല്ല മനുഷ്യരാണ്. എനിക്ക് നിങ്ങളോട് ഞാൻ എന്തിനാണ് നിങ്ങളോട് തർക്കിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്ലാം തെറ്റാണ്, ഖുർആൻ തെറ്റാണ് എന്ന് പറയുമ്പോ തന്നെ അതിനേക്കാളൊക്കെ ബെറ്റർ ആണ് വേറെ മതങ്ങൾ എന്ന് പറയല എന്റെ ജോലിയല്ല. അത് ഇസ്ലാമും എന്റെ ജോലി അതല്ല. ഞാൻ വേറെ ജോലി ഏറിയും കുറഞ്ഞും വർഗീയതയും തന്നെയാണ് ആണ്. പക്ഷെ വേറൊരു മതത്തിലും പോയിട്ട് പൊട്ടിത്തെറിച്ച സ്വർഗത്തിൽ പോകുന്ന പഠിപ്പിക്കുന്നില്ല. പോയി പൊട്ടിത്തെറിച്ച് മറ്റൊരു മതക്കാരെ കൊന്നാല് എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളി. ജിഹാദ് ചെയ്ത് അന്യമതസ്ഥരെ കൊന്ന സ്വർഗത്തിൽ പോകുന്ന അന്യമതസ്ഥരെ കൊന്ന സ്വർഗത്തിൽ പോകുന്ന ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞോളൂ. പിന്നെ പറഞ്ഞോളൂ. നിങ്ങൾ അവരെ ഖുർആൻ വചനം പറയൂ. ഖുർആൻ വചനം പറഞ്ഞോളൂ. ഖുർആന്റെ ജിഹാദ് വിമർശനമാണല്ലോ നടത്തുന്നത്. അന്യമതസ്ഥരെ കാണുമ്പോ കൊന്നാല് സ്വർഗത്തിൽ പോകുമെന്ന് ജിഹാദ് ഈസ് ഡിഫറന്റ് ഒരു കാര്യമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാമിന് എന്നെ നോക്കൂ, ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കും. പക്ഷെ ആ വിമർശനത്തെ ചാരി വേറെ ഒന്നിനെ വെളുപ്പിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. എന്റെ പോയിന്റ് താരതമ്യത്തിൽ വരുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എതിർപക്ഷത്ത് നിന്ന് അതിനെ തർക്കിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് മറ്റേലൊക്കെ നന്മയും തിന്മയുണ്ട്. ഇസ്ലാമിന് നന്മയും തിന്മയുണ്ട്. അല്ല, അത് ഒരു ജനതയിൽ നിന്ന് വന്ന മതമല്ല, അതൊരു സൈക്കോപ്പത് ഉണ്ടാക്കിയൊരു മതമാണ്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, പറയാനുള്ള അവകാശം. ഹദീസിലൊക്കെ എന്തൊക്കെ വൃത്തിയോടെ ഇരിക്കുന്നത് അത്രയും വൃത്തിയോട് ഓൾഡ് ടെസ്റ്റ്മെന്റ് അത്രയും വൃത്തിയോടില്ല, ഒരു ഇതിലുമില്ല. മനസ്സിലായില്ല. അങ്ങനെ വിശ്വസിക്കാന്നുള്ള പിന്നെ ഇതുണ്ട്. അത് സർട്ടിഫൈ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കില്ല. എല്ലാ മതങ്ങളും ഇപ്പൊ നമ്മൾ ജൂതവിരോധം, ഇസ്ലാമിന്റെ ജൂതവിരോധം പറയുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഇൻക്വിസിഷൻസ് ജൂതായുസത്തിനെതിരെ ഏറ്റവും കൂടുതൽ അട്രോസിറ്റി കാണിച്ചിട്ടുള്ളത് ആരാണ്? കാത്തലിക് സഭ ചെയ്താണ്. അത് മനുഷ്യർക്ക് അങ്ങനെ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ളതല്ലോ. അവര് ബൈബിൾ ഇൻസ്പിറേഷൻ ഞാൻ പറയുന്നത് നോക്കൂ നിങ്ങൾ ഇസ്ലാം മോശമാണ് എന്ന് എനിക്ക് വാദമുണ്ട്, ഞാനത് പറയുന്നുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും അർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി അതിനേക്കാളൊക്കെ ബെറ്റർ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഹിന്ദു മതമായാലും ബുദ്ധിസം ആയാലും ഇപ്പൊ ജൈനിസത്തിലൊക്കെ എന്താ കുഴപ്പം? ജൈനിസത്തിൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് നടത്താമെന്ന്. അതിപ്പം ഹിന്ദുവിനും ഹിന്ദുയിസത്തെയും ഇസ്ലാമിനെയും കമ്പയർ ചെയ്ത് പറയാം. അതില് നമ്മളെ അതിന്റെ അഡ്വക്കേറ്റ് ആവാൻ നിൽക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മള് അതിന്റെ വക്കാലത്ത് എടുക്കുന്ന ആളല്ല. എന്നെ സംബന്ധിച്ച് ഇസ്ലാമിനെതിരെ കടുത്ത വിമർശനമുണ്ട്, അത് ഞാൻ പറയും. അത് ഏതെങ്കിലും അർത്ഥത്തില് അതിന്റെ സൈഡിൽ കൂടെ വന്നിട്ട് ബൈബിളിനെയും യഹോവയെയും യേശുവിനെയും വെളുപ്പിക്കാനുള്ള സംഗതിയേ അല്ല. കേൾക്കുന്നവരുടെ യുക്തിക്ക് വിടാൻ നമുക്ക് അത് എന്താന്നുള്ളത്. അത് ഞാൻ വെളുപ്പിച്ചില്ല. ഞാൻ അത് മോശം നല്ലതും പറഞ്ഞു. ഞാൻ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കമ്പയർ ചെയ്യാറില്ല എന്ന് പറയാം. ഞാൻ കമ്പാരിസൺ എന്ന് പറയുന്നത് ആവശ്യം വരുന്നുണ്ട്. കാരണം ഞാൻ വേറെ ഉദാഹരണം പറയാം. ഈ പിന്നെ കാരണം ഇതിലെ ഏറ്റവും വിശുദ്ധനായ ആള് മുഹമ്മദ് ആണല്ലോ വിചാരിക്കാം. മുഹമ്മദ് എന്താ പറഞ്ഞത്? പിന്നെ ഒരാള് ഇവര് യുദ്ധത്തിന് പോയിട്ട് പിന്നെ അവിടെ സ്ത്രീകളെ റേപ്പ് ചെയ്തോ, അവര് ഗർഭിണികളായിക്കോട്ടെ റേപ്പ് ചെയ്തോ എന്നല്ലേ പറയണേ. പറഞ്ഞിട്ടില്ലേ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുക്കാൻ? പിന്നെ അതിൽ പറയുന്നുണ്ട്. പറയട്ടെ, ഇല്ല അങ്ങനെയല്ല പറയുന്നത്. കേക്കട്ടെ.
ഇല്ല. ഡ്യൂട്ടറോണമി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു യുദ്ധ തടവുകാരിയോട് ഇഷ്ടം തോന്നിയ ഡ്യൂട്ടറോണമി 21st ഞാൻ ചോദിക്കുന്ന ഒരു പ്രദേശത്ത് അക്രമം നടത്തിയാൽ അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിക്കാന് അനുവാദമുണ്ടോ ഇല്ലേ? അവരെ സെക്ഷനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ അതല്ല, അത് വേറെ വിഷയം. ഞാൻ ചോദിക്കുന്നത് അടിമകളാക്കി സ്ത്രീയോട് അടിമകളൊക്കെ പറഞ്ഞാൽ മോശമാണെന്ന് തന്നെ ഞാൻ പറയുന്നത്. പക്ഷെ അല്ല, യഹോവ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷെ ഡിഫറൻസ് ഇൻ ഡിഗ്രീസ് കേക്ക്. അതായത് ഡ്യൂട്ടറോണമി 21ാം ചാപ്റ്ററിൽ പറയുന്നത് ഡിഗ്രീസ് അളക്കല് നിങ്ങളുടെ മാത്രം പണിയാണ്, എന്റെ പണിയല്ല. അവരെത്ര ഭേദപ്പെട്ട് അവർ പറഞ്ഞ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നി അവർക്ക് യുദ്ധ തടവുകാരി അവളെ 1 മാസം അവളെ ദുഃഖം ആചരിക്കാൻ വിടുക, അതിനുശേഷം അവളെ കല്യാണം കഴിച്ച് ഭാര്യയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും പൂർണ്ണമായി ശരിയല്ല. കാരണം അവരുടെ സമ്മതം ചോദിക്കുന്നത് അതും പൂർണ്ണമായി ശരിയാണെന്ന് ഞാൻ പറയല്ല. പക്ഷെ എത്രയോ ഭേദമാണ് അവിടെ തന്നെ. നോക്കൂ, ഞാൻ പറഞ്ഞ എന്താണ്, ഇപ്പൊ മതവിശ്വാസികളും ദൈവവിശ്വാസികളുമായിട്ടുള്ള പല ആളുകൾക്കും മറ്റു മതങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവനവന്റെ മതം ശരിയോ തെറ്റോ അതിന്റെ ഡിഗ്രി അളക്കാനും അതില് ഭേദപ്പെട്ട് തെരഞ്ഞെടുക്കാനും അത് ഭേദമാണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു ഇസ്ലാം വിമർശകൻ എന്ന രീതിയിൽ ഞാൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഞാനൊരു കേവല റാഷണലിസ്റ്റ് മാത്രമല്ല, ഞാനൊരു ഹ്യൂമനിസ്റ്റ് ആണ്. മാനവികതയാണ് എന്റെ മതം. നോക്കൂ, ഞാൻ എന്റെ മതമായിട്ടാണ് ഇതിനൊക്കെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. എന്റെ മതം മാനവികതയാണ്. അതിനോട് കമ്പയർ ചെയ്യുമ്പോ ഇതെല്ലാം ഏറിയും കുറഞ്ഞും മാനവിക വിരുദ്ധമാണ്. ഇപ്പൊ ഈ 21ാം നൂറ്റാണ്ടില് ഇവര് പോയിട്ട് യസൂദി പെൺകുട്ടികളെ റേപ്പ് ചെയ്തതൊക്കെ ഇതിന്റെ കാരണമാണ്. ഇത്രയും മോശമായോണ്ടാണ് ഇത്രയും ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ ഒരു കാര്യം തുറന്നു ഇടയ്ക്ക് കയറരുത്. ഞാൻ മുസ്ലിം വിരുദ്ധത വിളമ്പാനല്ല. യസീദി പെൺകുട്ടികളോട് കാണിച്ച ക്രൂരതയെ കുറിച്ച് ഞാൻ തന്നെ ഇസ്ലാം മത വിമർശനവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ തെളിവും കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ തന്നെ പറയുന്ന കാര്യമാണ്. എന്ന് വെച്ചിട്ട് അത് ക്രിസ്ത്യാനിറ്റിക്കുള്ള സർട്ടിഫിക്കറ്റ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് നോക്കൂ, ക്രിസ്ത്യാനിറ്റിന്റെ അകത്തോട്ട് ഇറങ്ങണം. ജൈനിസം ഇറക്കാനായിട്ട് ജൈനിസത്തിലോ ബുദ്ധിസത്തിലോ അതിന് പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പൊ ഈ ക്രിസ്ത്യാനിറ്റി പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് കൂടുതൽ പറയാം. ഇപ്പൊ ബുദ്ധിസത്തിൽ എന്ത് മോശമായിട്ടാണ് ഉള്ളത്? ജൈനിസം ആണെങ്കിൽ അവര് ഫനാറ്റിക്സ് വളരെ അഹിംസാവാദികളാണ്. അഹിംസാവാദികളാണ്. ബുദ്ധിസ്റ്റുകളുടെ തീവ്രവാദ സംഘടന ഉണ്ട്, നിങ്ങൾക്ക് അറിയോ? അതെവിടെയാ? മ്യാൻമറിലോ? അത് അവിടെയുള്ള മുസ്ലിം ന്യൂനപക്ഷം അവരെ അങ്ങനെ ആക്കിയതാണ്. അത് ശരി. അപ്പൊ ഇത് തന്നെയാണ് ഇറാഖിലെയും ഇറാനിലെയും മനുഷ്യര് അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പോലും ISISന്റെ സൃഷ്ടിക്ക് പിന്നിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള ശക്തികളുടെ ഒരുപാട് അക്രമങ്ങളും അവരങ്ങനെ ആക്കിയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ അമേരിക്ക ഈ മുസ്ലിങ്ങളെ മാത്രം വഴിയൊഴിപ്പിക്കുന്നത്, ബാക്കി ആരെയും വഴിയൊഴിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ബേസിക്കായിട്ട് മദ്രസയിൽ എന്തെങ്കിലും തന്നെ ഞാൻ ഇവിടെ മുസ്ലിങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ്, നമ്മളിപ്പോൾ മനുഷ്യർ. മതത്തിന്റെ കാര്യം വരുമ്പോ ഇവിടുത്തെ ഇപ്പൊ തന്നെ അവിടെ ആലപ്പുഴയില് ഇവിടെ ഞാൻ ഹിന്ദു ഭൂരിപക്ഷം ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുന്നതും ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് രണ്ടാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയെ കുറിച്ച് പറയുന്നത് മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന എക്സ്ട്രീം ആയിട്ടുള്ള മതത്തിന്റെ നിങ്ങൾ ഈ പറയുന്ന എക്സ്ട്രീം മതത്തിന്റെ നിയമങ്ങൾ മാത്രം പാലിച്ച് അത് അങ്ങനെ മുറുകെ പിടിച്ച് കഴിയുന്നവരാണ് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും എന്നൊരു വാദം നിങ്ങൾക്ക് ഉണ്ടോ? ഞാൻ പറയാനും നിങ്ങൾക്ക് അനുവദിക്കുന്നില്ല. അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടോ? അങ്ങനെ വാദമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാദമില്ലാത്ത കാലത്തോളം നമ്മൾ ഇസ്ലാം വേറെയും മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വേറൊരു വിഭാഗവും അതിലെ തന്നെ ഫ്രിഞ്ച് എലമെന്റ്സും അതിനകത്തുള്ള എക്സ്ട്രീമിസവും വേറെ ആയി തന്നെ പറയണം. അപ്പൊ താങ്കൾ നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ കാണാൻ പറ്റും. ലോകത്ത് ക്രിസ്ത്യൻ ഭീകരവാദ സംഘടനകളില്ലേ? മുസ്ലിമാണല്ലോ ക്രിസ്ത്യൻ ഭീകരവാദ സംഘടനകൾ ഉണ്ടോ? ഇന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ ഭീകരവാദ സംഘടനകൾ ഉണ്ടോ? അതാണ് ഞാൻ ചോദ്യം. എനിക്കറിയില്ല. എന്നാ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട്
ബുദ്ധമതമാണല്ലോ ഏറ്റവും സമാധാനപ്രിയമായ മതം, ഏറ്റവും സമാധാനമുള്ള മതം. ബുദ്ധ മതത്തിന്റെ പേരിൽ എക്സ്ട്രീം വിങ് ഉണ്ട്, ആയുധമെടുത്ത എക്സ്ട്രീം വിങ്ങുകളുണ്ട്. ഏറ്റവും അപകടകാരികളായിട്ടുള്ള ഏറ്റവും അവരടിച്ചു. അവരാ ഈസ്റ്ററിന് ശ്രീലങ്കയിലെ ബോംബ് പൊട്ടിച്ച ബുദ്ധിസ്റ്റ് ആണ് ചെന്ന് അടിച്ചത്. ഈസ്റ്ററിന് ബോംബ് പൊട്ടിച്ചു. കാത്തലിക് പള്ളിയില് ബോംബ് പൊട്ടിച്ചതിന് ബുദ്ധിസ്റ്റ് ആണ് അടിച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, താങ്കൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, എന്നെ സംബന്ധിച്ച് ഇവിടെ മുസ്ലിം വിരുദ്ധത വിളമ്പലല്ല എന്റെ പണി. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ? പറഞ്ഞു പോകുന്നത് ഞാൻ മുസ്ലിം വിരുദ്ധ ഞാൻ പറഞ്ഞില്ല. താങ്കൾ എനിക്ക് ചാപ്പ് കുത്തണ്ട, എനിക്ക് ചാപ്പ് കുത്തണ്ട. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ല. സമ്മതിച്ചോളൂ, ഈ തരം വാദങ്ങള് കമ്പാരിറ്റീവ് റിലീജിയൻ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇപ്പം സാക്കിർ നായിക്കിനെ പോലെ, എം എം അക്ബറിനെ പോലെ. ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ലല്ലോ. ഞാനിവിടെ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇങ്ങനെ പറയാം. അങ്ങനെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് അതിനോട് പ്രതികരണം ഉണ്ടാവില്ലേ? സ്വാഭാവികല്ലേ? ഞാൻ നിങ്ങളോട് ഒരു പോയിന്റ് കൂടി ക്ലിയർ ആയിട്ട് പറയാം, പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ മതവിമർശനം നടത്തുന്നത് മാനവികത മുൻനിർത്തിയിട്ടാണ്. ആ മാനവികതയുടെ മുൻപിൽ ക്രിസ്ത്യാനിറ്റിയും ജുദായിസവും ഒന്നുമല്ല. ഓക്കെ, അത് കൂടിയും കുറഞ്ഞും നിങ്ങൾക്കത് അളവും തൂക്കവും കോണും കൊക്കും അളന്നു നോക്കിയിട്ട് ഇസ്ലാമിനേക്കാൾ ഫാർ ബെറ്റർ ആണ് ക്രിസ്ത്യാനിറ്റി എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാനും അത് പറയാനും എല്ലാ മതങ്ങളും പറയട്ടെ, അത് ചെയ്യാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്റെ പണി അതല്ല. അത് ചെയ്യുന്ന ആളുകളോട് അതിന് യെസ് മൂളലും എന്റെ പണിയല്ല. എന്നോട് എസ് മൂളം പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അതല്ലാതെ നമ്മൾ തമ്മിൽ ഈ സംസാരത്തിന്റെ ഉദ്ദേശം എന്താ? അതുകൊണ്ട് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പറയും. താങ്കൾ എന്നോട് സംസാരിക്കുന്ന ബെനിഫിറ്റ് എന്താ? എങ്ങനെ? അല്ല, ഞാൻ നിങ്ങളെ വിളിച്ചല്ല. താങ്കൾ വിളിക്കാൻ താങ്കൾ നമ്പർ തന്നിട്ടുണ്ടല്ലോ. ഞാൻ വിമർശനങ്ങളായിട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അതിനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്പർ. ഞാൻ പറയുന്ന കാര്യങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അല്ല, താങ്കൾ പറഞ്ഞിരുന്ന ഒരു ആവി ബാബു പറഞ്ഞു അടുത്ത നിമിഷം ഇവിടെ ഇസ്ലാമിക് തീവ്രവാദത്തെ പേടിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പൊ കാശ്മീരിൽ നിന്ന് എല്ലാരും ഓടിച്ചിട്ടല്ലോ. വാദമുണ്ടോ? അതായത് അയലോക്കത്ത് ഞാനൊരു ഹിന്ദുവാണ്. ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് പേടിയുണ്ട്. ഖുറാനിൽ ഇങ്ങനെ കാഫിറിനെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊല്ലുവോ? എനിക്ക് പേടിയുണ്ട് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള മുസ്ലിം വെറുപ്പും. ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ അക്ഷമ കാണിക്കല്ലേ? മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലാണ് കൂടുതൽ ഇൻടോളറൻസ് ഉള്ളത്. ഇപ്പൊ ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത്? ഇപ്പൊ കാശ്മീരിൽ എന്താ നടന്നത്? അറബ് രാജ്യങ്ങളിലെ 20ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ 20% ക്രിസ്ത്യാനികളായിരുന്നു. അവരെവിടെ പോയി? അവര് ഇറാഖിലുള്ള ക്രിസ്ത്യാനികൾ, അവർ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, അറബ് ക്രിസ്ത്യൻസ്, അവരുടെ എണ്ണം എത്രയോ കുറഞ്ഞു. ബംഗ്ലാദേശ് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആലപ്പുഴയില് അരിയും മലരും കുന്തിരിക്കാന്നൊക്കെ പറഞ്ഞ് നടന്നില്ലേ? എന്തുകൊണ്ട്? ഇവിടെ ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഇവിടെ നിർത്തുന്നു. ഇവിടുത്തെ ഹിന്ദു എക്സ്ട്രീമിസ്റ്റുകൾ മുസ്ലിങ്ങളെ കൊല്ലുന്നില്ലേ? എങ്ങനെ ഹിന്ദു മുസ്ലിംസ് മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ലേ ഇന്ത്യയില്? മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? പറയൂ, നിങ്ങൾ പറയൂ, കൊല്ലപ്പെട്ടിട്ടുണ്ടോ? കൊണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഒറ്റ ദിവസം കൊണ്ടാണ്. അത് റിയാക്ഷനാണ് കൂടുതൽ. ഹിന്ദുത്വ എക്സ്ട്രീമിസം ഉണ്ടായത് ഇനിഷ്യലി ഇവിടെ ക്രിസ്ത്യൻ മിഷണറീസ് കുറച്ച് ചൊറിഞ്ഞു. ഉണ്ടായത് ക്രിസ്ത്യൻ ബ്രിട്ടീഷുകാരുടെ സമയത്ത് കുറച്ച് ക്രിസ്ത്യൻ മിഷണറീസ് ചൊറിഞ്ഞപ്പോഴാണ് RSS ഒക്കെ ഉണ്ടായത്. അതിനുശേഷം ആയിരിക്കാം. ഇപ്പൊ ആണ് ആയിരിക്കാന്നാണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരമില്ലാത്തത്. അത് ഇത്രയും മോശമാക്കിയത് ഇപ്പൊ കാശ്മീരിൽ നിന്ന് ഹിന്ദുക്കളെ എല്ലാം അടിച്ചോടിച്ചുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ബിറ്റർനെസ് വന്നത്. അതിനുള്ളത് ആ ഖുറാൻ 9:1-5-3 എന്താ ആ ഒരു വാക്യങ്ങളാണ്. നിങ്ങളുടെ അടുത്ത ഒരു മിനിറ്റ് നിങ്ങൾ ഇവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെയാണോ? മുസ്ലിങ്ങളല്ല, മതത്തെ.
മുസ്ലിങ്ങൾ വിക്ടിംസ് ആണ്, മുസ്ലിങ്ങളും വിക്ടിംസ് ആണ്. മുസ്ലിങ്ങളെ അവര് ചെയ്തു ആ മതത്തിൽപ്പെട്ടവർ ചെയ്ത കാരണം ഇസ്ലാമാണ്. അവര് അങ്ങനെ പഠിപ്പിച്ചു. അപ്പൊ അവര് വിക്ടിംസ് ആണ്, മനസ്സിലായോ? ഈ മതമാണ് ഏറ്റവും ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച പ്രശ്നം തീരുമോ? ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞില്ല. താങ്കൾ എന്തിനാണ് പ്രശ്നം തീരും? എന്താ നമുക്കൊരു പരിഹാരമാണല്ലോ, പ്രശ്നം മാത്രം പറഞ്ഞിട്ട് ക്രിസ്ത്യാനിറ്റി ഞാൻ ക്രിസ്ത്യൻ മിഷണറി പോലെ മിഷണറിയല്ലേ ഉള്ളൂ. എന്താ ശാശ്വതമായ ഒരു പരിഹാരം? ശാശ്വതമായ പരിഹാരം ഈ മതം അങ്ങ് പോണം, അത്രേ ഉള്ളൂ. ഈ ഇസ്ലാം തന്നെ കുറച്ച് അതിന്റെ തലേന്നുള്ള അത് എടുത്തു കളഞ്ഞാല് ലോകം വളരെ ഭേദം. മുസ്ലിങ്ങൾ ഇല്ലാതാവാന്നാണോ? അങ്ങനെ അല്ലല്ലോ. താങ്കൾ ഇപ്പൊ ഇല്ലാതായോ? താങ്കൾ ഇല്ലാതായോ? താങ്കൾ ഇസ്ലാം പോയെന്നല്ലേ താങ്കൾ പറഞ്ഞു? ഇസ്ലാം തലേന്ന് പോണെന്നാ പറഞ്ഞേ. ഇസ്ലാം തലേന്ന് പോണം, തലയിൽ നിന്ന് തലമണ്ടയിൽ നിന്ന് പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആരുടെ തലേന്ന്? ഈ മുസ്ലിങ്ങളുടെ തലേന്ന്. അല്ലാതെന്താ ഇപ്പൊ തന്നെ ശരിയ ഫോർ യു കെ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും മതക്കാർ പറയുന്നുണ്ടോ? ശരിയ അവിടെ എങ്ങനെ ശരിയ ഫോർ യു കെ, ശരിയ ഫോർ കുറെ താടിവല്ലാത്ത അവിടെ അവർക്ക് സായിപ്പ് എങ്ങനെ ഫാനാറ്റിക്, സായിപ്പ് അവരുടെ മതം ഉപേക്ഷിച്ച് നടന്ന ഇപ്പൊ അവര് ഫാനാറ്റിക്സ് ആയിരിക്കും. എന്താ അവിടെ പോയിട്ട് ശരിയാ നിയമം വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടികൂടാതെ പുറകെ നടന്ന് 5 നേരം നിസ്കാരം, കുറെ ശരിയാ നിയമങ്ങളൊക്കെ വേറെ ഏത് മതത്തിലാണ് ഇതൊക്കെ ഉള്ളത്? ഇപ്പൊ തന്നെ യൂണിഫോം സിവിൽ കോഡിനെ ആരെ എതിർക്കുന്നത്? മുസ്ലിങ്ങളല്ലേ എതിർക്കുന്നുള്ളൂ പ്രധാനമായിട്ട്. അത് മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ഈ മതങ്ങളൊക്കെ പഠിച്ച് മറ്റു മതങ്ങളെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ക്രിസ്ത്യാനിറ്റിക്കൊക്കെ പൂർണ്ണ സമ്മതമാണ് ഏകീകൃത സിവിൽ കോഡ് അല്ലേ? ആരെ എതിർത്തത്? പണ്ട് പെൺകുട്ടികളെ മുത്തലാഖൊന്നും ഇല്ലല്ലോ. ക്രിസ്ത്യാനിക്ക് മുത്തലാഖോ പെൺകുട്ടികൾക്ക് അവകാശം കൊടുക്കാൻ താങ്കൾ സ്ഥിരം പറയുന്ന വാക്കാണ് ആവേശം കൊടുക്കുന്നു, ബഹളം വെക്കുന്നുള്ളത്. ഞാനിപ്പോ ആക്ച്വലായിട്ടാ പറയുന്നത്. താങ്കളിപ്പോ ഇസ്ലാമിന്റെ പെരുമാറ്റ രീതികളെ താങ്കൾ വെളുപ്പിക്കാൻ നോക്കാണ്. ഒരു മിനിറ്റ്. താങ്കള് ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ? എന്റെ ചോദ്യം അതാണ്. പ്രധാനമായിട്ടും മുസ്ലിംസാ. ചോദിച്ചേ മുസ്ലിങ്ങൾ മാത്രം. വേറെ ആരെ എതിർക്കുന്ന ഈ മുത്തലാഖ് മറ്റേതൊക്കെ ആക്കെ വേറെ എതിർക്കുന്നത്? ഇപ്പം പിന്നെ ഛത്തീസ്ഗഡിലെ ഏകീകൃത സിവിൽ കോഡ് വന്നിട്ടില്ലേ? ഇല്ലേ? വേറെ ആരെ അവിടെ മുസ്ലിങ്ങൾ മാത്രം അവിടെ അതിലെ ഏകീകൃത സിവിൽ കോഡിന്റെ ഇതിൽ നിന്ന് പല സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഒഴിവാക്കിയിട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ പറയൂ. ആരെയാ ഒഴിവാക്കി? നിയമം ഉണ്ടാക്കിയവരെന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ആരെയൊക്കെ ഒഴിവാക്കിയേ? നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഈ മുസ്ലിങ്ങൾ മാത്രം നോക്കൂ. നമുക്ക് എന്താണെന്നറിയോ? പ്രാകൃതമായ നിയമങ്ങളും 6 വയസ്സ് ഇപ്പൊ തന്നെ ഇറാനിലോ ഇറാഖിലോ മറ്റേ 6 വയസ്സുള്ള കൊച്ചിനെ കെട്ടാന്ന് വന്നല്ലോ നിയമം ഇറാഖില്. ഇതൊക്കെ വേറെ എവിടെയാ സംഭവിക്കുന്നത്? ഇതിപ്പോ കണ്ണട ചിരിച്ചാക്കിട്ട് എന്താ കാര്യം? ഇത്രയും മോശമായിട്ട് വേറെ എവിടെയാ ഉള്ളത്? ഞാൻ മുസ്ലിംക്കെതിരെ പറഞ്ഞില്ല. എന്റെ ഫ്രണ്ട്സ് എല്ലാം മുസ്ലിങ്ങളാണ്, അവർ എന്നെ സഹായിക്കുന്നുണ്ട്. ഞാൻ അവരെ മുസ്ലിങ്ങളായിട്ട് പോലും എന്റെ മനസ്സിൽ വിചാരിക്കില്ല. എല്ലാവരും സൗഹൃദമായിട്ട് കഴിയും. ഡോണ്ട് കൺസിഡർ മീ ആസ് ആന്റി മുസ്ലിം. മനസ്സിലാവുന്നില്ല. അതാ പ്രശ്നം. നിങ്ങൾക്കിപ്പോ അവസാനം പറഞ്ഞു വെച്ചാൽ ഞാൻ ഇസ്ലാമിനെ പഠിപ്പിക്കുകയാണെന്ന് ആണ്. കാരണം ഇത്രയും മോശമായിട്ട് ഇപ്പൊ തന്നെ ഒരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ട് അതിന് പ്രതിഷേധം, എല്ലാം പ്രതിഷേധം. ഞാൻ ഇസ്ലാമിനെ വിളിപ്പിച്ച ഒരു പോയിന്റ് പറയാം. ഇപ്പൊ തന്നെ ജിഹാദ് തന്നെ ഡെഫിനിഷൻ തന്നെ ഞാൻ വെളുപ്പിച്ച ഒരു പോയിന്റ് പറയും. ഇതന്നെ ഇപ്പൊ ഖുറാനില് ഒട്ടുമിക്കതും മോശം എന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കുന്നില്ലല്ലോ. ഒട്ടുമിക്കതും മോശം കാര്യങ്ങളാണ് ഖുറാനിൽ ഇരിക്കുന്നത്, താങ്കൾ സമ്മതിക്കുന്നില്ല. ജിഹാദിന്റെ ഡെഫിനിഷൻ തന്നെ പോയിട്ട് കാഫിനെ കൊന്നാൽ സ്വർഗം തോന്നേണ്ട ഇവര് പൊട്ടിത്തെറിക്കാൻ നടക്കുന്നത്. സ്വർഗം നരകത്തിൽ പോയി ആണല്ലോ. രൂക്ഷതയോടെ പെരുമാറണം. 9:153 ആണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഏത് കാഫറിനെ എവിടെ വെച്ച് എപ്പോ കണ്ടാലും കൊല്ലണമെന്ന് ഖുറാനിലുണ്ടോ? പടലിക്ക് വെട്ടാം. പക്ഷെ സന്ദർഭമൊന്നുമല്ല, പോയി പടലിക്ക് വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഇതന്നെ അവര് പോയി ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതെന്തുകൊണ്ട് ആർ വി ബാബുവിനെ നിങ്ങൾ അവിടെ കോട്ട് ചെയ്യുന്നത്? ആർവി ബാബുക്കെ അനുഭവത്തിൽ എന്ന് പറയുന്നത്. കാരണം ഞാൻ ഈ ആലപ്പുഴയിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മുസ്ലിങ്ങളെ വെറുപ്പല്ല ഈ മതത്തെ നിങ്ങൾ പറയുന്നതാണല്ലോ.
ഇസ്ലാം ഇപ്പൊ കേരളത്തില് സംഘപരിവാറിന്റെ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് മുളച്ചു പൊങ്ങിയ കുറച്ച് ക്രിസംഗി വിഭാഗമുണ്ട്. ഞാൻ അതിനെ ക്രിസംഗി തന്നെ വിളിക്കുള്ളൂ. സംഘി എന്ന് വിളിക്കും, ക്രിസംഗി എന്ന് വിളിക്കും, സുഡാപ്പി എന്ന് വിളിക്കും. ഞാനാണ് സംഘ്രഡാപ്പി എന്നൊരു പേര് കോയിൻ ചെയ്തത്. സംഘ്രഡാപ്പി പറഞ്ഞാൽ സംഘികളും ക്രിസംഗികളും സുഡാപ്പികളും സാധാരണഗതിയിൽ മനുഷ്യരായിട്ട് കാണാതെ, മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെ അതായിട്ട് പരിഗണിക്കാതെ എല്ലാത്തിന്റെയും കാരണം മതവും മാത്രമാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാർ. മതം എന്നല്ല, മനുഷ്യർ, ചില വിശ്വാസികൾ, മതങ്ങൾ. സംഘപരിവാറിന്റെ മീൻസ് സുഡാപ്പികളുടെ വാദം അനുസരിച്ച് സംഘികൾ മാത്രമാണ് ഇന്ത്യയുടെ പ്രശ്നം. സംഘികളുടെയും ക്രിസംഘികളുടെയും വാദം അനുസരിച്ചും ഇസ്ലാം മാത്രമാണ് പ്രശ്നം. ഇസ്ലാം ഒരു പ്രശ്നമാണെന്നേ ഇസ്ലാം ഒരു പ്രശ്നമാണ്. പക്ഷെ അതിനുവേണ്ടി മുസ്ലിം ബിരുദങ്ങൾ പറയുന്നത്, അതിനുവേണ്ടി മുസ്ലിം ബിരുദങ്ങൾ പറയുന്നത് എന്റെ തൊഴിലല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാനിവിടെ കാസക്കും സംഘപരിവാറിനും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വിമർശിച്ചുള്ളൂ. ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചുള്ളൂ. ഞാൻ മുസ്ലിമിനെ നിങ്ങൾ ഇസ്ലാമിനല്ല വിമർശിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങള് ആയിക്കോട്ടെ, അതായിരിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അങ്ങനെ ചിന്തിക്കാനുള്ള. പക്ഷെ മുസ്ലിങ്ങൾ വഴിതെറ്റി പോയതാണ് കുറെ പേര്. കാരണം അവർക്ക് നോർമലായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. ഞാൻ ആലപ്പുഴയിൽ നടന്ന മറ്റേ അവലും മരുവലും കുന്തിച്ച് എന്ത് മോശമായി പോയെന്ന് ഒരു മുസ്ലിമിനോട് പറഞ്ഞത് ഒരു ഇടയ്ക്കാര് പറയല്ലേ, ഞാൻ പറയുന്ന ഇടയ്ക്കാര് സമാനമായ മുദ്രാവാക്യം ഇതിന് സമാനമായ മുദ്രാവാക്യം ഇവിടെ സംഘപരിവാർ വിളിച്ചിട്ടുണ്ട്. അവരും വാങ്ങിച്ചോ എന്ന മുദ്രാവാക്യം വിളിച്ചത് മുസ്ലിങ്ങളല്ല, സുഡാപ്പികളാണ്. അങ്ങനെയല്ല. എനിക്ക് സമയമല്ല. നിങ്ങളുടെ ഈ നിലവാരത്തിലെ ആളുകളോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാ പറഞ്ഞത്. അമലും മലരും വാങ്ങിച്ചോ കുന്തിരിക്കം വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളല്ല, സുഡാപ്പികളാണ്. അങ്ങനെ തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അത് മുസ്ലിങ്ങളാണോ സുഡാപ്പികളാണോ? അത് പറയുന്നത്. അവര് മുസ്ലിങ്ങളാണ്. കാരണം അവർ ഇസ്ലാമിനെ മുസ്ലിങ്ങളാണോ സുഡാപ്പികളാണോ? അവര് ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളാണോ സുഡാപ്പികളാണോ? നിങ്ങൾ പറയും. അവര് മുസ്ലിങ്ങളാണ്. മുഹമ്മദിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവര് മുസ്ലിങ്ങളല്ലേ? അവര് മുസ്ലിങ്ങളാണ്, സുഡാപ്പികളല്ല. അവര് മുസ്ലിങ്ങളുമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും ഇതിനെ ഫോളോ ചെയ്യുന്നവരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചെയ്യാത്ത മുസ്ലിങ്ങൾ ശരിക്കുള്ള മുസ്ലിങ്ങളല്ല. അതാണ് പറഞ്ഞത്. നമ്മൾ ഇതിനൊക്കെ ചില വേർഡുകൾ പറയുമല്ലോ. അപ്പൊ ഇസ്ലാമില് മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്ന മനുഷ്യരില് സുഡാപ്പികള് നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇതിലൊന്നും പെടാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, ഇതിനൊക്കെ എതിർക്കുന്ന മനുഷ്യരുണ്ട്. നമുക്ക് വേറെ വല്ല പേരിടാം. അത് നിങ്ങൾ ഇട്ടോ. അപ്പൊ പിന്നെ ഞാനൊരു മോഡറേറ്റ് മുസ്ലിമിനോട് ആലപ്പുഴ സംഭവത്തിനോട് പറഞ്ഞപ്പോ അയാൾ ചോദിക്കുക അതിനെന്താ കുഴപ്പമൊന്നും. ഒരു മോഡറേറ്റ് മുസ്ലിം എന്നോട് പറയുന്നത്. അയാൾ ജിഹാദിന് പോയിട്ട് ബോംബ് പൊട്ടിക്കുന്ന അയാൾ സ്വയം പറയും അയാൾ ഭയങ്കര ക്ഷമാശീലാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറയുന്ന അങ്ങനെ എന്താ കുഴപ്പം, മുത്തലാഖിന് എന്താ കുഴപ്പം, എത്രയോ പറയുന്നുണ്ട്. കൊല്ലണം. നിങ്ങൾ വിളിച്ച സ്റ്റേഷൻ മാറിപ്പോയി, അതാ പ്രശ്നമുള്ളൂ. വേറെ പ്രശ്നം താങ്കൾക്ക് മനസ്സിലാക്കാനുള്ളൊരു മനസ്കഥയില്ല. എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി ഇല്ല. നിങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതി ഇല്ല. താങ്കൾക്ക് കുറച്ച് സ്വത്വബോധം മനസ്സിൽ കിടപ്പുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതെ. അങ്ങനെ കരുതിക്കോളൂ. അങ്ങനെ പറഞ്ഞ ഒരു ആള് നമ്മുടെ ഒരു എന്തായിരുന്നു അച്ഛന്റെ പേരെന്തായിരുന്നു, ഒരു അനിൽ കൊടിത്തോട്ടം എന്ന് പറഞ്ഞിട്ടൊരാള് മുമ്പ് പറഞ്ഞിരുന്നു, ഒരു 4-5 വർഷം മുമ്പ് പറഞ്ഞു, ഒറ്റ വർഷം കൊണ്ട് ലിയാഖത്ത് തിരിച്ച് ഇസ്ലാമിലേക്ക് പോകും. കാരണം നിങ്ങൾ ഈ മുസ്ലിം വെറുപ്പും മുസ്ലിം വിരുദ്ധതയും ഒരു മിനിറ്റ്, നിങ്ങൾ മുസ്ലിം വെറുപ്പാണ് ഇത്ര നേരം പറയാൻ ശ്രമിച്ചത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കാരണം പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാലേ ആ സമൂഹത്തിൽ അത് ഞാനൊരു പണി ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ഞാൻ ചെയ്യുന്ന ഒരു പണിയുണ്ട്. അതിന്റെ സൈഡിൽ കൂടി വന്നിട്ട് നിങ്ങളുടെ ദൈവത്തെയും മതത്തെയും വെളുപ്പിക്കാൻ വരണ്ട. അത്ര ഞാൻ പറഞ്ഞു. അതിനാണ് വന്നത് മുസ്ലിങ്ങൾ മൊത്തം പ്രശ്നക്കാരാണെന്ന് പറയാനും ഇസ്ലാമാണ് യഹോവയും അതേപോലെ ക്രിസ്ത്യാനിറ്റിയൊക്കെ ഫാർ ബെറ്റർ ആണ് എന്ന് പറയാനാണ് എന്റെ അടുത്ത്.
മോശമല്ലെന്നേ പറഞ്ഞുള്ളൂ, എല്ലാം നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല അങ്ങനെ ഇപ്പൊ പ്രഖ്യാപിക്കുന്നു. അത് ഞാൻ നിങ്ങളോട് എപ്പോഴും എല്ലാ സമയത്തും പറയണത് ജെയിംസ് ആണെങ്കിലും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അക്ഷമ കാണിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാം. അത് ഈ സ്റ്റേഷനിൽ നടക്കുന്ന പണിയല്ല. എന്നെ സംബന്ധിച്ച് മാനവികതയാണ് എന്റെ മതം. അതിനോട് കമ്പയർ ചെയ്യാൻ നിങ്ങളുടെ ഈ 4 or 5 മതങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടും കാര്യമില്ല. ഇത്രയാണ് എന്റെ പോയിന്റ്. ഇത് തുടക്കത്തിൽ പറഞ്ഞാൽ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. ശരി, ഓക്കെ, ശരി.